തൃശൂരിലെ കോൺഗ്രസ് വിമതനായ മുൻ മേയർ എം കെ വർഗീസിന് വീണ്ടും മെമ്പർഷിപ്പ്. എ പി അനിൽകുമാർ പങ്കെടുത്ത പരിപാടിയിലാണ് മെമ്പർഷിപ്പ് നൽകിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിലേക്ക് മടങ്ങുകയാണെന്ന് എം കെ വർഗീസ് പ്രഖ്യാപിച്ചിരുന്നു. ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത്തരത്തിൽ കോൺഗ്രസിലേക്ക് മടങ്ങുകയാണ് എന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് ഇത്തരത്തിൽ അംഗത്വം എടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത് വൈകിയിരിക്കുകയാണ്. ഇപ്പോൾ എങ്ങനെയാണ് നീക്കങ്ങൾ, തീരുമാനങ്ങൾ? സ്വാതി, DCC ഓഫീസിൽ മന്ത്രി എ പി അനിൽകുമാറിന് സ്വീകരണം ഉണ്ടായിരുന്നു. ആ സ്വീകരണ യോഗത്തിലാണ് കോൺഗ്രസിലേക്കുള്ള എം കെ വർഗീസിന്റെ മടക്കം യാഥാർത്ഥ്യമായത്. എ പി അനിൽകുമാർ തന്നെ അദ്ദേഹത്തെ മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് പൊന്നാട അണിയിച്ച് പാർട്ടിയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുകയായിരുന്നു. നേരത്തെ തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ന്റെയോടും LDF-നോടും ചേർന്ന് നിന്ന് പ്രവർത്തിച്ച വർഗീസ് ആ ബന്ധം അവസാനിപ്പിക്കുന്നതായി പറഞ്ഞിരുന്നു. BJP-യിലേക്ക് അടക്കം മേയർ പോകുമെന്നുള്ള പ്രചാരണങ്ങളൊക്കെ, മുൻ മേയർ പോകുമെന്നുള്ള പ്രചാരണങ്ങളൊക്കെ ശക്തമായിരുന്നു. അത് സംബന്ധിച്ചുള്ള വിമർശനങ്ങളും എം കെ വർഗീസിന് നേരെയുണ്ടായി. എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് തന്റെ താല്പര്യമെന്ന് എം കെ വർഗീസ് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലും പാർട്ടിയിലേക്ക് ഔദ്യോഗികമായ അദ്ദേഹത്തിന്റെ ഒരു മടക്കം യാഥാർത്ഥ്യമായിരുന്നില്ല. അതിനുശേഷം ഇപ്പോൾ വീണ്ടും അത്തരമുള്ള ആഗ്രഹങ്ങളുമായി മുൻ മേയർ തുടർന്നു പോയിരുന്നെങ്കിലും ഇന്നാണ് അതിനുള്ള അവസരമുണ്ടായത്. എ പി അനിൽകുമാർ നേരിട്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഈ കോൺഗ്രസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് തന്നെയായിരുന്നു ഈ എം കെ വർഗീസ് മുൻ മേയർ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. അതനുസരിച്ചുകൊണ്ട് തുടർന്നും പാർട്ടിക്ക് സജീവമായി പ്രവർത്തിക്കാനാണ് തീരുമാനമെന്നും എം കെ വർഗീസ് പറഞ്ഞു. നേരത്തെ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന എം കെ വർഗീസ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ഇരു മുന്നണികളും തുല്യ നിലയിലെത്തിയപ്പോൾ കോൺഗ്രസ് വിട്ട് LDF-നൊപ്പം ചേർന്ന് മേയറായി മാറുകയായിരുന്നു. 2.5 വർഷത്തെ കാലാവധിയിലാണ് മേയറായി LDF എം കെ വർഗീസിനെ നിശ്ചയിച്ചതെങ്കിലും അദ്ദേഹം ആ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകാതെ 5 വർഷവും മേയറായി തന്നെ തുടരുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് വീണ്ടും വർഗീസ് തിരിച്ചു വരുന്നത്. സ്വാതി.